ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നൈറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷേങ്കിൽ ഇന്ന് നൈറ്റീൻ്റെ ക്ലാസ് ഞാൻ ഒഴിവാക്കിയിട്ട് ചുരിദാർ കട്ടിങ്ങിൻ്റെ ക്ലാസ്സാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നൈറ്റീൻ്റെ ക്ലാസ് നമ്മൾ ഓർഡറായിട്ട് പഠിച്ച് വരുന്നതുകൊണ്ട് അതിന് ഞാൻ ക്ലാസ് 25, 26 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ ഇടും കേട്ടോ. അതങ്ങനെ തന്നെ നമുക്ക് ഓർഡറിൽ പഠിച്ച് പോകാം. ഇതിപ്പം ചുരിദാറും ബ്ലൗസെല്ലാം ഓണത്തിന് കുറേയൊക്കെ ഒറ്റക്കെല്ലാം സ്റ്റിച്ച് ചെയ്തിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് അത് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇടയിലൊന്നും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് ഇന്ന് ഒരു ടോപ്പ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടത്. ഈ ഒരു ടോപ്പ് ഒരാൾ ഓർഡർ തന്നതാണ്. തുണി ഞാൻ തന്നെയാണ് എടുത്തത്. പിന്നെ ഇത് സൈഡ് ഓപ്പൺ ആണ്, വി നെക്ക് പാറ്റേണിലാണ് വരുന്നത്. ഇനി ഞാൻ അവരുടെ അടുത്ത് ചാർജ് വാങ്ങിയത് 500 രൂപയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരാനോ അല്ലെങ്കിൽ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഈ കൊടുത്ത നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കണേ. ഇതിപ്പം ബാക്ക് പാർട്ടിനും ഫ്രണ്ട് പാർട്ടിനും വേണ്ടിയിട്ടുള്ള തുണി രണ്ടായി ഇങ്ങനെ മടക്കിയിട്ടിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ ഫുൾ ലെങ്ത്ത്, നമുക്ക് എത്രയാണോ ടോപ്പിന് ഫുൾ ലെങ്ത്ത് വേണ്ടത് അതിനേക്കാളും 3-4 ഇഞ്ച് ലൈനിങ്ങിന് കുറച്ചിട്ടെടുത്താൽ മതി. ലൈനിങ് നമ്മളെ നല്ല തുണീൻ്റെ അത്ര തന്നെ വേണ്ട, ആ ഒരു അളവിൽ നിങ്ങൾ എടുക്കുക. ഞാനിപ്പം ഒരു 39 ഇഞ്ചിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പം 43 ഇഞ്ചോളമാണ് ഫുൾ ലെങ്ത്ത് വേണ്ടത് ടോപ്പിൻ്റെ. ഇനി ഇതാ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോയെന്ന്. ഫുൾ ഷോൾഡർ 14 ഉണ്ടെങ്കിലും 14ൻ്റെ പകുതി 7 മാർക്ക് ചെയ്യുന്നത്, 6 മാർക്ക് ചെയ്യുന്നത്. കാരണം ബാക്ക് നെക്ക് ലെങ്ത്ത് ലേശം ഡീപ്പാണ്, 6.5 വരുന്നുണ്ട്. അപ്പോൾ 6.5 അനുസരിച്ചിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്താലേ നമ്മളെ മേത്ത് നിന്നിങ്ങനെ ഡ്രസ്സ് ഊരി വീഴുന്ന പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 6 ഇഞ്ച് മാത്രം ഷോൾഡർ കൊടുത്തിട്ട് ഒരു 6.25 ആം ഹോൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 തന്നെ കൊടുത്തിട്ട് ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഒരു ലേശം കൂട്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് അരയിഞ്ച് കൂട്ടിയിട്ടും കൊടുത്തു നോക്കാം. ഞാനിപ്പോൾ 6.25 ആം ഹോൾ ലൈന് വരച്ചത്. ഇനി ഇതാ ഈടന്ന് ഈ ആം ഹോൾ ലൈന് വരച്ചെടുക്കുന്നത് നമ്മൾ ചെസ്റ്റിൻ്റെ 4/1 എടുത്ത് മാർക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്ക് 37 ചെസ്റ്റ് വരുന്നത്. 37 ഹരിക്കണം 4 നോക്കിക്കഴിഞ്ഞാൽ എത്ര, 9.25 വരും. അപ്പോൾ 9.5 മാർക്ക് ചെയ്ത് കൊടുത്ത് ലൈനിങ് ചുരിദാറാകുമ്പം 1/4 ഇഞ്ച് നമ്മൾ ലൂസ് എന്തായാലും കൊടുക്കണം. ചെസ്റ്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആം ഹോൾ കേവ് വരച്ച് ആം ഹോൾ റൗണ്ടൊക്കെ അളന്ന് നോക്കിയിട്ട് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ആം ഹോളൊക്കെ ടൈറ്റായി പോവില്ലേ. നമുക്കിതാ കേവ് വരക്കാൻ വേണ്ടിയിട്ട് ഈടുന്ന് ഈ കോർണറിന് ഒരു 1.5 ഇഞ്ചിയുടെ മാർക്കിംഗ് കൊടുത്തിട്ട് ഈ ഒരു ഫ്രഞ്ച് കേവ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതില്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയിലങ്ങ് വരച്ചാൽ മതി കേട്ടോ. കൈക്കുഴി ചുറ്റിലും വരുന്ന അളവ് 16. നമ്മൾ കൈക്കുഴിയിൽ ടാപ്പ് ചുറ്റിയിട്ട് എടുക്കുന്ന അളവാണ് ആമോൾ റൗണ്ട്. ഇവിടുന്ന് തയ്യൽ തുമ്പിന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് 16ൻ്റെ പകുതി, ഇപ്പം പകുതിയായിട്ടല്ലേ നമുക്കിവിടെ കിട്ടുമല്ലോ. ഫുള്ളായിട്ട് വരുമ്പോൾ ഫുള്ള് കിട്ടും. അപ്പോൾ 16ൻ്റെ പകുതി 8 ഈ ഒരു കേവിലുണ്ടെങ്കിൽ നമുക്ക് ആം ഹോള് കറക്റ്റായിട്ടുണ്ടാവും. ഇനി ലേശം ലൂസ് വേണമെങ്കിൽ നമ്മൾ ആം ഹോൾ ലൈന് വരക്കുമ്പോൾ കുറച്ചും കൂടി കൂട്ടിയിട്ട് എടുത്താൽ മതി. ഇങ്ങനെയാണ് ആം ഹോൾ റൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്. എൻ്റെ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഇതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ പോയിട്ട് നോക്കിയാൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇനി ഞാനിതാ ഇവിടെ ഷോൾഡറിൻ്റെ അടുക്ക സ്കെയിൽ വെച്ചിട്ട് നമ്മളെ ഷോൾഡർ മുതൽ ആ ഒരു ബെസ്റ്റ് പോയിന്റ് വരെ എത്രയാണോ വരുന്നത് അതിൻ്റെ താഴെ ഒരു 1/2 ഇഞ്ച് കൂടെ എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. 9.5 വരുന്നുണ്ട്, 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 1/4 ഇഞ്ച് ലൂസും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ചിലർക്ക് ചെസ്റ്റും ബെസ്റ്റും ഒക്കെ സെയിം ആയിരിക്കും. പക്ഷേങ്കിൽ ചിലർക്ക് എന്ത് ചെസ്റ്റിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് സൈസ് ഉണ്ടാവും അല്ലേ. അന്നേരം നമ്മൾ അതിൻ്റെ അളവ് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതവിടെ ടൈറ്റായി നിന്ന് ഒരു ഷേപ്പില്ലാത്ത പോലെ നമ്മളെ ചുരിദാർ നിൽക്കും. ചിലരൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ എനിക്കിവിടെ 37 ചെസ്റ്റ് 37.5 ബെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ 37.5ൻ്റെ 4/1 1/4 ഇഞ്ച് ലൂസും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ചെറിയ വ്യത്യാസമാണെങ്കിൽ പോലും അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അതൊന്ന് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിന്റ് വരെ ഒരു ചെറിയൊരു മാർക്കിംഗ് കൊടുത്തിട്ട് ആ മാർക്ക് ചെയ്തതിന് നേരെ വെച്ചിട്ടാണ് ബെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുത്തത്. ആ നേരെ അളവ് കിട്ടാനാണ്. അതേപോലെ ഷോൾഡർ മുതൽ വേസ്റ്റ് വരെ എത്രയാണോ വരുന്നത് നോക്കുക. അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ആ മാർക്ക് ചെയ്തതിന് നേരെ വെച്ചിട്ട് വേണം നമ്മളെ വേസ്റ്റിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എനിക്കിപ്പം ഷോൾഡർ മുതൽ വേസ്റ്റ് വരെ വരുന്നത് 13 അപ്പോൾ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി 13.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിന് നേരെ വെച്ചിട്ട് വേസ്റ്റിൻ്റെ 4/1 ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത്. 32 വേസ്റ്റ് വരുന്നുണ്ട്. 32ൻ്റെ 4/1 8ഉം ലൂസും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഇതാ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഷോൾഡർ മുതൽ നമ്മളുടെ ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് എടുക്കുക. അതിന് നേരെ ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്യുക. അതായത് നമ്മളെ ചുരിദാറിൻ്റെ ഓപ്പണിംഗ് വരുന്ന ആ ഒരു സ്ഥലം വരെയുള്ള ലെങ്ത്ത് നിങ്ങൾ എടുക്കുക. എവിടെയാണോ ഓപ്പണിംഗ് വരേണ്ടത് അടുത്ത വരെയുള്ളത്. ഞാനിപ്പോൾ 19 എനിക്ക് വേണ്ടത്. 19 അരയിൽ ഇവിടെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഹിപ്പിൻ്റെ ആട വരുന്ന രീതിയിൽ. എന്നിട്ട് ആ ഒരു മാർക്കിങ്ങിൽ വെച്ചിട്ടാണ് ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 1/4 ഇഞ്ച് ലൂസും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഹിപ്പ് 9.25 വരുന്നുണ്ട് 4/1. അപ്പോൾ 1/4 ഇഞ്ച് ചേർത്ത് 10 മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ഇതേ രീതിയിൽ ചെസ്റ്റും ചെസ്റ്റ് വേണ്ട, ബെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് മാർക്ക് ചെയ്യുക. ബെസ്റ്റ് റൗണ്ട് ചെസ്റ്റ് റൗണ്ട് തന്നെ സെയിം ആയ ആൾക്കാർ ബെസ്റ്റിനെ ഒഴിവാക്കണം കേട്ടോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. എന്നിട്ടിതാ ഇവിടെയൊക്കെ ഒന്ന് കേവ് ആക്കി കൊടുക്കുക. പുറത്തേക്ക് കേവ് ആക്കണേ, ഉള്ളിലേക്ക് എടുത്ത് ആക്കരുത്. ഇങ്ങനെ പോയിൻ്റ് വരുന്നതിനെല്ലാം ഒന്ന് കേവ് ആക്കി രസത്തിലങ്ങ് വരച്ചു കൊടുത്തു. അപ്പോൾ ഇത്ര വരെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതാ ഹിപ്പ് വരെ ഇവിടുത്തെ വരെയായിരിക്കും നമ്മൾ ഓപ്പണിംഗ് വരേണ്ടത്. മേലെയെല്ലാം 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് വേണ്ടത്. അത് മാർക്ക് ചെയ്യാം. ആദ്യം ഇവിടുത്തെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്യും. നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് മാർക്ക് ചെയ്യുന്നെടുക്കുക നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പേ വേണ്ടു. ആടെ 1.5 ഇഞ്ചൊന്നും എടുക്കുകയേ ചെയ്യില്ലേ. കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് സ്ലിറ്റിൻ്റെ ഈടെ കൊടുത്താൽ മതി. മുകളിലെ ഭാഗത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. ആദ്യം ഇവിടുത്തെ മാർക്ക് ചെയ്യുന്ന നോക്ക്. ഈടുന്ന് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് സ്ട്രെയിറ്റ് ആണ് ഞാനിപ്പോൾ ലൈൻ കൊടുക്കാൻ പോകുന്നത്. എനിക്ക് സ്ട്രെയിറ്റ് കട്ടിലാണ് ഇട വേണ്ടത്. കാരണം താഴെ ഭാഗത്തെ ആ ഒരു വീതി എനിക്ക് ഹിപ്പിൻ്റെ ആടെ വരുന്ന വീതിയേ വേണ്ടൂ. കൂടുതലായിട്ട് എനിക്ക് ചുരിദാറിൻ്റെ താഴെ ഭാഗത്തെ വീതി വേണ്ട. പാൻറ്റ് സൈഡിലേ കാണാത്ത രീതിയിൽ എനിക്ക് വേണ്ട. അങ്ങനെയാണ് നമ്മളെ ഓർഡർ തന്നവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തു കൊടുക്കണ്ടേ? അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ താഴെ ഭാഗത്ത് ആ ഹിപ്പിൻ്റെ ആടത്തെ വീതി തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 9.25 + 1/4 ഇഞ്ച് ലൂസും ചേർത്തിട്ട് 10 മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കൊടുത്ത്. നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. താഴെ ഭാഗത്ത് വീതി വേണമെങ്കിൽ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമുക്ക് 1 ഇഞ്ചേ വേണ്ടു. കാരണം സൈഡ് സ്ലിറ്റ് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുന്നതാണ്. അന്നേരം നമുക്ക് കുറേ ആടെ വേണ്ടല്ലോ. കുറേ ആക്കി കഴിഞ്ഞാൽ ബോറാകും. അപ്പോൾ ഇവിടുത്തെ വരെ നമുക്ക് 1 ഇഞ്ചേ വേണ്ടു. പിന്നെ നമുക്ക് മുകളിലോട്ട് എടുക്കുന്നത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാം. വേണമെങ്കിൽ 1 ഇഞ്ച് എടുക്കാം തുണിയൊന്നും എത്തുന്നില്ലെങ്കിൽ. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിലെ ഭാഗത്തൊക്കെ മാർക്ക് ചെയ്തോ കേട്ടോ. മനസ്സിലായില്ലേ? ഞാൻ താഴെ തയ്യൽ തുമ്പ് ആദ്യം മാർക്ക് ചെയ്തതേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെ 1.5 ഇഞ്ച് എടുത്ത് ഇങ്ങനെ മാർക്കിങ് കൊടുത്തിട്ട് ഈ ഒരു പോയിൻറ്റ്സൊക്കെ തമ്മിൽ ഇനി ജോയിൻ ചെയ്യാലോ. ഇതാ ഇവിടെയും ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ സ്ലിറ്റിൻ്റെ ആടെയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ കട്ടൊക്കെ ചെയ്തിട്ട് നോച്ച് മാർക്കൊക്കെ ഇട്ട് കൊടുത്തോ കേട്ടോ. ഇനി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ഫ്രണ്ട് ആം ഹോൾ നമുക്ക് ലേശം കട്ട് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ നെക്ക് നമ്മൾ സ്റ്റിഫൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊന്നും ഇപ്പോഴേ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇതിപ്പോൾ ഇത്ര വരെ കട്ട് ചെയ്തെടുക്ക്. എന്നിട്ട് ഇതാ കട്ട് ചെയ്തിട്ട് ബാക്ക് പാർട്ട് മാത്രം ഞാൻ നല്ല തുണി 2ആയി മടക്കിയിട്ട് ഇങ്ങനെ തുണിയൊന്നും വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് നല്ല തുണിയും കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലൈനിങ്ങിൽ എടുത്ത ലെങ്ത്തിനേക്കാളും കൂടുതൽ കറക്റ്റ് ലെങ്ത്താണ് നമുക്ക് നല്ല തുണിയിൽ വേണ്ടത്. കറക്റ്റ് ലെങ്ത്തും 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാൻ തയ്യൽ തുമ്പ് എടുത്തു. ഷോൾഡറിൻ്റെ ഒക്കെ ലൈനിങ്ങിൻ്റെ അകത്ത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതേപോലെ കറക്റ്റ് ഫുൾ ലെങ്ത്ത് മാത്രം നിങ്ങൾ എടുക്കുക. 1 ഇഞ്ച് അധികം മടക്കി അടിക്കാനും കൂടി എടുക്കുക. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും വേറെ തന്നെ നല്ല തുണിയിൽ കട്ട് ചെയ്യുന്നത്. നമുക്ക് ഫ്രണ്ട് പാർട്ട് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്തിട്ടാകുമ്പോൾ നല്ല തുണിയിൽ വെക്കുക കേട്ടോ. അതുകൊണ്ടാണേ. ഇതേപോലെ നല്ല നീറ്റായിട്ട് വെച്ച് നോക്കുക. എന്നിട്ട് സൈഡിൽ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ 1/4 ഇഞ്ച് അധികം എടുത്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തോ. ഒന്ന് ഞാൻ വരച്ചിട്ട് കുറച്ച് 1/4 ഇഞ്ച് അധികം എടുത്തത് കണ്ടല്ലോ. അഥവാ നമുക്ക് കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണേ. ഇതേപോലെ എടുത്ത് വരച്ചിട്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. താഴെ ഫുൾ ലെങ്ത്തും അധികം എടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ടൈമില്ലാണ്ട് തിരക്കിനിടയിൽ എടുത്ത വീഡിയോ വേണ്ടോന്ന് കേട്ടോ. കുറേ ഡീറ്റെയിൽഡ് ആക്കാഞ്ഞത്. നമ്മളെ സ്റ്റിച്ചിങ് ക്ലാസ് ആയിട്ട് ഓർഡറിൽ എടുത്ത് വരുമ്പം ചുരിദാറൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി മനസ്സിലാവാത്തവരിനി അത് വിചാരിക്കണ്ട. ഇതിലേക്ക് കൂടി എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക് പാർട്ടൊക്കെ കട്ട് ചെയ്തങ്ങ് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടിലെ ലൈനിങ് ആണ്. ഇവിടെ ഒരു ലേശം കുഴിച്ച് കട്ട് ചെയ്യണം. നമുക്കിത് ആദ്യം തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് ഇവിടെ കൊടുത്ത് അത് മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ഷോൾഡറിന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു പോർഷനിൽ ലേശം ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നാലല്ലേ നമുക്ക് നല്ല ഷേപ്പിൽ ഡ്രസ്സ് നിൽക്കുമല്ലോ. ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ട് 1/2 ഇഞ്ച് 1/4 ഇഞ്ചൊക്കെ മതി. ഇതിപ്പം ഈ ഒരു ഡ്രസ്സ് ഇടുന്ന കുട്ടീൻ്റെ അളവനുസരിച്ചിട്ട് 1/2 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറേയൊന്നും എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞേക്കല്ലേ നിങ്ങൾ. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതാ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ലൈനിങ്ങും എല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് നോച്ച് മാർക്ക് ചെറിയൊരു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു കട്ടിങ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കണം അല്ലേ. എന്നിട്ട് നമുക്ക് കട്ടിങ്സ് കൊടുത്താലും മതി. ലൈനിങ്ങുമായിട്ട് നിങ്ങൾ ഏറ്റവും അറ്റത്തേക്കൂടെ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ഇതാ നെക്കിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പീസ് തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ തുണിയാണ്. ബാക്ക് പാർട്ടിലും നമുക്ക് ഫ്രണ്ട് പാർട്ടിലും ഇതേപോലെ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാം. ആദ്യം ഫ്രണ്ട് പാർട്ട് നമുക്ക് നോക്കാം. എനിക്കിവിടെ കറക്റ്റ് നെക്ക് വിഡ്ത്ത് വേണ്ടത് 2.25 അതിൻ്റെ പരം 1/2 ഇഞ്ചും ചേർത്തിട്ട് 3.25 ഞാൻ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചിട്ടൊന്നും എടുക്കുന്നില്ല വി നെക്കിന്. പിന്നെ ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കുറയ്ക്കാനൊന്നും നിൽക്കുന്നില്ല. ഒരു 1/2 ഇഞ്ച് എത്രയാണോ നെക്ക് വിഡ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പം നിങ്ങൾ നെക്ക് ലെങ്ത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ച് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു രീതിയിൽ ആ വി നെക്കിന് എടുത്തു കൊടുക്കേണ്ടത്. ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് 5.5 വേണം, 6 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇടുന്ന വി ഷേപ്പിൽ നിങ്ങൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയിൽ നമുക്ക് കിട്ടൂല കേട്ടോ. നമുക്ക് ഒരു ഷേപ്പ് കൂടെ വീനൊക്കെ ചെയ്യുമ്പം കൊടുത്താലേ ഭംഗിയിൽ നിൽക്കൂല. ഇതാ ഈടെയായിട്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കേവ് ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ. എന്നാലേ നല്ല ഭംഗിയിൽ നമ്മളെ വീനെക്ക് നിൽക്കുമല്ലോ, അല്ലെങ്കിൽ അത്ര ഭംഗിയിൽ നമുക്ക് നിൽക്കൂല, ഒതുങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഇത് ലേശം വൈഡായിട്ട് വീനെക്ക് പോലെ തന്നെ നിൽക്കും. കണ്ടില്ലേ നിങ്ങൾ ഞാൻ വരച്ചു കൊടുത്തത് ഇതേ രീതിയിൽ. ഇനിയിപ്പം ഞാൻ ചോക്കോണ്ടൊന്നും കൂടെ കട്ടിയിൽ വരക്കാം അതിൻ്റെ മുകളിലേക്ക് കൂടെ. കണ്ട ഇതേപോലെയാണ് വി നെക്കിന് കൊടുക്കേണ്ടത്, നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ പോലെയും ചെയ്യാം, പക്ഷേ ഇതാ നല്ല ഭംഗി. എന്നിട്ട് ഇതാ ഈ വരച്ചതിൻ്റെ ആടെയൊക്കെ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുവഴി നമുക്ക് കട്ട് ചെയ്യണം. താഴിലൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വെച്ചിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാൻവാസ്. എന്നിട്ട് ഇതും നമുക്ക് ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി ഇതാ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരച്ച അതിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളിലേത്തതും നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. അന്നേരം ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ എടുത്ത് അങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ കട്ട് ചെയ്യുമ്പം ഞാൻ ആ വരച്ചത് കട്ട് ചെയ്യലേ നോക്കിക്കേ, അന്നേരം മനസ്സിലാകും ഇതെന്തിനാ വെച്ചതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാൻ. ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആ വരച്ച അടുത്ത വരെ ഇങ്ങനെ കട്ട് ചെയ്യുവേ. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും കട്ട് ചെയ്യുക. അവിടെ കട്ട് ചെയ്തങ്ങ് മുറിച്ച് കളയണ്ട നിങ്ങൾ. ഇതിങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ അകന്ന് പോവും. നെക്ക് ഇങ്ങനെ അവിടെ ഒരു ബ്രിഡ്ജ് പോലെ വെച്ചോണ്ട് ഇതിങ്ങനെ നിൽക്കുന്നത് അല്ലേ, അകന്ന് പോവും. ഈ സൈഡെല്ലാം ഒന്ന് ശരിയാക്കി കൊടുക്കുന്നതാണേ. ഇനി ഇതാ ഈ കട്ട് ചെയ്ത ക്യാൻവാസിൽ നമുക്ക് ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അയൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മിന്നുന്ന ഒരു ഗ്ലേസിംഗ് ഉള്ള പോലത്തെ ഭാഗം ഉണ്ടാവും, അതാണ് പശയുള്ളത്. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ നല്ല ചൂടിലൊന്നും അയൺ ചെയ്യല്ലേ, എല്ലാം കരിഞ്ഞു പോവും. ഇനി ഇതാ ബാക്ക് പാർട്ട് കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ടും കൂടെ ഒപ്പരം അയൺ ചെയ്യാം. ബാക്ക് പാർട്ടിലേക്ക് വേണ്ടിയിട്ട് ക്യാൻവാസും തുണിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് ഫ്രണ്ടിൽ മാർക്ക് ചെയ്താൽ സെയിം തന്നെയല്ലേ നമുക്ക് ബാക്കിലും വേണ്ടത്. 3.25 മാർക്ക് ചെയ്ത് കൊടുത്തത്, അത് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്ത്. എന്നിട്ട് നെക്ക് ലെങ്ത്ത്, ബാക്ക് നെക്ക് ലെങ്ത്ത് കൂടിയോണ്ടാണ് ഞാൻ ഷോൾഡർ കുറച്ചിട്ടൊക്കെ മാർക്ക് ചെയ്തത്. അത് ഓർക്കണേ നിങ്ങൾ. ബാക്ക് നെക്ക് ലെങ്ത്ത് എനിക്കിപ്പോൾ 6.5 വേണ്ടത്. 6.5 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പ് കൊടുത്തിട്ട് റൗണ്ടിൽ ഇങ്ങനെ വരക്കുന്നുണ്ട്. ഇനി വരച്ചതിൻ്റെ ചുറ്റിലും നമ്മൾ എന്ത് ചെയ്യുക, 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യണം. മുകളിൽ ആ ഒരു ബ്രിഡ്ജ് പോലത്തെ ആ ഒരു സംഭവം കൂടെ ആക്കിയേക്ക്. ഇതാ 1 ഇഞ്ച് എടുത്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് അങ്ങനെ തന്നെ വരുന്ന രീതിയിലാക്കി കൊടുക്കാം നമുക്ക്, ആദ്യത്തെ പാർട്ടിൽ ചെയ്ത പോലെ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നമുക്ക് അയൺ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇതിൻ്റെ സൈഡെല്ലാം മുറിച്ച് ലെവലാക്കി കൊടുത്തിട്ടാണ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാമോ. എന്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ മുകളിൽ ആ ഒരു സംഭവം അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നെക്കൊക്കെ ഇങ്ങനെ വീതിയിൽ ഇങ്ങ് പോകും, അകന്ന് പോകും. ഇതുപോലെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന ആ തുണിയെല്ലാം ഒന്ന് കട്ട് ചെയ്യണം. ഈ മേലെ ഭാഗത്ത്
ആ ഒരു ക്യാൻവാസിൻ്റെ ഒരു അര ഇഞ്ച് എടുത്തിട്ട് അര ഇഞ്ച് ലേശം വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഷോൾഡറൊക്കെ കൂട്ടുമ്പോൾ ക്യാൻവാസ് അടക്ക സ്റ്റിച്ചിൽ വരാണ്ടിരിക്കാൻ അങ്ങനെ ചെയ്തത്. ഇനി ഇതേപോലെ ഈ ക്യാൻവാസിൻ്റെ ചുറ്റിലും 1/4 ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ബാക്ക് നെക്കിൻ്റെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് നമുക്ക് അവിടെ മടക്കി ക്യാൻവാസിൻ്റെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാ. ഈ മേലെ ഭാഗത്ത് ഒരു അര ഇഞ്ച് നിങ്ങൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. ഇനി ഇതാ ഞാൻ ചെയ്യുന്നത്, ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് മടക്കി ഇതോട് ചേർന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ബാക്ക് പാർട്ടും അങ്ങനെ തന്നെ ചെയ്യണം. ഇതാ 2 സ്റ്റിച്ച് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? മേലെ ഭാഗം ഒന്നും മടക്കല്ലേ, സൈഡ് മാത്രം. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതല്ലേ. ഇതിൻ്റെ സെൻറ്ററിലൊരു ചെറിയൊരു കട്ടിങ്സ് അവിടെ ഇട്ട് കൊടുക്കുക, സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. 2 ബാക്ക് പാർട്ടിൻ്റെ പീസിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു തുണി ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യണം. നല്ല തുണീൻ്റെ മോശം ഭാഗത്ത് ഇങ്ങനെ ലൈനിങ് വെച്ചിട്ട്, നല്ല ഭാഗത്ത് വെക്കല്ലേ, മോശം ഭാഗത്ത് ഇങ്ങനെ ലൈനിങ് വെച്ചിട്ട് അതിൽ കൂടെ മൊത്തത്തിലൊന്ന് സൈഡിൽ ഏറ്റവും അറ്റത്തേ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ ഈ ഒരു ലൈനിങ്ങിൻ്റെ ഈ ഒരു താഴെ ഭാഗം മടക്കി അടിച്ചിട്ട് വേണം സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ പറഞ്ഞ പോലെയെല്ലാം സൈഡിൽ കൂടെ സ്റ്റിച്ചൊക്കെ കൊടുത്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും എല്ലാം മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ നിങ്ങൾ. ഈ ഒരു അധികം വന്ന നല്ല തുണി കണ്ടോ, അപ്പോൾ നമ്മൾ ലേശം 1/4 ഇഞ്ചൊക്കെ അഥവാ കുറഞ്ഞ പോലെ വെച്ച് നല്ല തുണി ലേശം അധികം എടുത്തതാണ്. അതെല്ലാം കട്ട് ചെയ്ത് ലൈനിങ്ങിൻ്റെ അത്ര പോലെ ലെവലാക്കി കൊടുക്കണം. ലൈനിങ് ആണ് കറക്റ്റ് അളവുള്ളത് കേട്ടോ. കുറഞ്ഞു പോകുന്നതായിട്ട് 1/4 ഇഞ്ച് ലേശം അധികമൊക്കെ എടുത്തിട്ടുണ്ടായിന്. അതെല്ലാം കട്ട് ചെയ്ത് ലൈനിങ് പോലെ ഇനി കറക്റ്റ് ആക്കിക്കോ. ഇനി നമ്മൾ സ്റ്റിച്ച് കൊടുത്തില്ലേ, പിന്നെ എന്നാ ഇനി പ്രശ്നം കട്ട് ചെയ്താൽ. ഇനി ഇതാ ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് ഇതുപോലെ മടക്കി വെക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനാണേ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് വേണം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതായി ഒരു നല്ല തുണിയിലും ചെറിയൊരു കട്ടിങ് അട കൊടുക്കുന്നുണ്ട് നടുക്ക്. അട കട്ട് ചെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല, അതെല്ലാം കട്ട് ചെയ്ത് അങ്ങ് കളയാനുള്ളതാണ്. ഇതുപോലെ നടു മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നടുക്കേ കൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വേണം നെക്ക് ചെയ്യാൻ വേണ്ടി. നെക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതാ ഒരു ലൈൻ നേറിങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. ചോക്കൊണ്ട് കട്ടിയായിട്ട് അങ്ങ് വരച്ചിട്ടേക്കരുത് നല്ല തുണീൻ്റെ അകത്തൊന്നും. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ വരച്ചതേ ഇല്ലൂ. ഇതാ ഈ ഒരു തുണീൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് വരച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്തും ഇങ്ങനെ നടുക്ക് വരച്ചു കൊടുത്തിട്ട് നടുഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഒരു തുണീൻ്റെ നടുക്ക് തന്നെ ഈ ഒരു ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളെ പിന്നെടുത്തിട്ട് കുത്തി വെക്കുക, നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് വേണ്ടേ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാൻ. ഇതുപോലെ പിൻ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ. നെക്ക് കണ്ടില്ലേ നിങ്ങൾ, ആ ഒരു ക്യാൻവാസ് ആ ഒരു വി ഷേപ്പിൽ വരച്ചതിൻ്റെ ക്യാൻവാസിൽ കയറാണ്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ചെയ്യുന്നത് കണ്ടേ. ഇപ്പോൾ നോക്ക്, ഞാൻ ഈ ഒരു കത്രിക വെച്ച് കാണിക്കുന്ന ഈ ഒരു ക്യാൻവാസിൻ്റെ തൊട്ട് പുറത്തേക്കൂടെ, കൂടുതൽ അങ്ങോട്ട് കയറ്റരുത്, ക്യാൻവാസിൻ്റെ തൊട്ട് പുറത്തേക്കൂടെ ക്യാൻവാസ് കയറാണ്ട് ഇടുന്ന ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. മേലെ ഭാഗത്ത് ക്യാൻവാസ് കയറിയാൽ കുഴപ്പമില്ല, ഇടിയൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ അട ഞാൻ വരക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്, ഒന്നും കൂടെ പറഞ്ഞു തരാം ഞാൻ. ഇതേപോലെ ക്യാൻവാസിൻ്റെ പുറത്തേക്കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കുത്തി നിർത്തിയിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വരിക. ക്യാൻവാസിൽ കയറി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കയറണ്ട, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരിക. ഞാൻ എന്നാൽ പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വരെ. സ്റ്റിച്ചിങ് ഒന്നും കാണിക്കാൻ ടൈമില്ലാത്തതുകൊണ്ടാണേ. ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, നോക്കിക്കോ നിങ്ങൾ. റെഡ് കളറാണ്ട് സ്റ്റിച്ച് കാണുന്നുണ്ടോ എന്നൊന്നും അറിയില്ല, നോക്കിക്കേ. ഞാൻ ക്യാൻവാസിൻ്റെ തൊട്ട് പുറത്തേക്കൂടെ ക്യാൻവാസ് കയറാണ്ട് അത്രയോ ശ്രദ്ധിച്ചിട്ട് നീറ്റായിട്ട് നെക്ക് ചെയ്തിട്ടുണ്ടേ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതാ നോക്കിയാട്ടെ, ഈ ഒരു വി ഷേപ്പിൽ അങ്ങനെ തന്നെ വരണം, എന്നാലേ ഭംഗി ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ വി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. 2 തവണ വേണമെങ്കിൽ നെക്ക് വേണ്ട, ഒറ്റ തവണ നല്ല വൃത്തിയിൽ ചെയ്താൽ മതി. നിങ്ങൾ സ്റ്റിച്ചൊക്കെ കൊടുത്താൽ മതി. ഈ പിന്നെല്ലാം ഊരിയിട്ട് കട്ട് ചെയ്യാനാണ് പോകുന്നത്. ഇതാ നോക്കിയാട്ടെ, നമ്മളെ സ്റ്റിച്ച് ഇതാ ഈടെയാണ് ഉള്ളതല്ലേ, ഈ സ്റ്റിച്ച് ഈടെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഒരു 1/4 ഇഞ്ച് അധികം എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ കറക്റ്റ് 1/4 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്യാനാണ് പോകുന്നത്. തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് അവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ചിൽ കുറക്കല്ലേ നിങ്ങൾ, അര ഇഞ്ച് വേണമെങ്കിൽ എടുത്തോ, 1/4 ഇഞ്ച് കുറച്ചേക്കാൻ പാടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കണം. നമ്മൾ ആ ഒരു വി വരുന്നെടുക്കുക, ചെറുങ്ങനെ സ്റ്റിച്ചൊന്നും കട്ടായി പോകല്ലേ, അത്രയും ശ്രദ്ധിച്ചിട്ട് ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക. കാരണം നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ട്, എന്നാലേ നല്ല ഭംഗിയിൽ വരുള്ളൂ. ഈടെയൊക്കെ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെരിച്ചിട്ട് കട്ടിങ് കൊടുക്കുക, സ്റ്റിച്ചുമിൽ കയറാണ്ട് അത്രയും ശ്രദ്ധിച്ചിട്ട്. നല്ല തുണിയൊക്കെ ആകുമ്പോൾ
തെറ്റിക്കൊളായാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരില്ല. എന്നിട്ട് ഞാനിത് തിരിച്ചിട്ട് കൊടുക്കാനാണ് പോകുന്നത്. പിന്നെല്ലാം ഊരി അങ്ങ് കളഞ്ഞേക്കാം. ഇനി ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായി. പക്ഷേങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റ് ആവുന്നുണ്ട്. ഈ ഒരു നല്ല തുണിയിലേക്ക് കയറാണ്ട് നമുക്കൊരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാൻ പറ്റും. ഒരു ടോപ്പ് സ്റ്റിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് ഏതായാലും പറഞ്ഞു തരാം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നോക്കിയാൽ നിങ്ങളൊന്ന് നെക്ക് നോക്കിയാട്ടെ, എന്ത് ഭംഗിയാണല്ലേ. ഇതേപോലെ ബാക്ക് പാർട്ടും ചെയ്ത് വെച്ച് നെക്കെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ല, അതാ നീ നോക്കാൻ പോകുന്നത്. ഈ തയ്യൽ തുമ്പ് കണ്ടില്ലേ? ഈ തയ്യൽ തുമ്പിന് ഈ ഒരു നമ്മളെ ഫേസിങ്ങിൻ്റെ സ്റ്റിഫ് വെച്ച പീസില്ലേ, ആ ഭാഗത്തേക്ക് തന്നെ ആക്കിയിട്ട് കണ്ടില്ലേ, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഈ ഒരു തെറ്റത്തെ കൂടെ സ്റ്റാർട്ടിങ്ങിലെ കൂടെ സ്റ്റിച്ച് കൊടുക്കണം. നല്ല തുണി കയറാതെ ഈ ഒരു ഫേസിങ് വെച്ച പീസിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കൂടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിങ്ങനെ നീക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തുണീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നല്ല തുണി കയറാണ്ട് റെഡ് കളർ നൂലായതുകൊണ്ട് കാണുന്നില്ല അല്ലേ, അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി അത് ചെയ്യാൻ കിട്ടുന്നില്ലേ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടങ്ങ് ബാക്ക് സൈഡിലേക്ക് പോയിക്കോളും. എന്നിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ബാക്കി വരുന്നതിന് നമുക്ക് ഹെം ചെയ്ത് നീറ്റായിട്ട് വെക്കണം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് സ്ലീവ് കട്ട് ചെയ്യാൻ പോകാം കേട്ടോ. ഞാനിതാ ഷോൾഡർ നീറ്റായിട്ട് ജോയിൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇതേപോലെ നല്ല ഭാഗം ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് അത് ഉള്ളിലാക്കിയിട്ടല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഷോൾഡറൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ആ ഫേസിങ് സ്റ്റിഫ് വെച്ച പീസില്ലേ, അതിൻ്റെ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് ആക്കി കൊടുക്കുക. ഇപ്പുറത്തുനിന്ന് ബാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് ആ ഒരു സൈഡിൽ നല്ല നീറ്റായിട്ട് ആദ്യം വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതുവഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിട്ടും. അതുപോലെ വേണം നല്ല ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് ഷോൾഡർ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഇങ്ങനെ ചേർത്ത് വെക്കണേ, എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോൾഡറിൻ്റെ അടുക്ക് നിങ്ങൾക്ക് ഞാനത് പറയാൻ മറന്നു പോയോ എന്നറിയില്ല, ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. അഥവാ കൊടുക്കാൻ മറന്നു പോയാൽ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു പീസിനെ എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ രണ്ടും സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇപ്പം നല്ല ഭാഗമാക്കിയിട്ടാകുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. രണ്ടും നമ്മൾ ചെയ്തെടുത്ത് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ഒരു മോഡൽ പഫ് സ്ലീവാണ് നമ്മൾ ചെയ്യുന്നത്. പഫിൻ്റെ കട്ടിങ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. ഈ ഒരു മോഡൽ പഫ് സ്ലീവും കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാനിതാ ന്യൂസ് പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആദ്യം കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു സ്ലീവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്യുന്ന സ്ലീവ് ഈ മേലെ മാത്രം ഇങ്ങനെ പൊന്തി വരുന്ന രീതിയിലുള്ള സ്ലീവ്, ചെറിയൊരു പൊന്തലായിട്ട് കുറച്ച് പ്ലീറ്റ് വരുന്ന സ്ലീവാണ് ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് എത്തുമ്പം മനസ്സിലാക്കി തരാം അതെന്നാന്ന്. ഇതേപോലെ ഈ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളെ നോർമൽ സ്ലീവ് ആദ്യം കട്ട് ചെയ്തെടുക്കണം. എത്രയാണോ നിങ്ങൾക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ അപ്പുറം 1/2 ഇഞ്ച് മാത്രമാണ് ഞാൻ ചേർത്തത്. താഴെ ഭാഗം മടക്കി അടിക്കണമെങ്കിൽ 1.5 നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇവിടുന്ന് ഞാനിപ്പോൾ 10.5 മാർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ 10 ലെങ്ത്ത് വേണ്ടത്. 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ചേർത്ത് 10.5 ഈ പേപ്പറിലൊരു മാർക്കിംഗ് കൊടുത്തു. ഇനി ഇതിൻ്റെ വീതി മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ആം ഹോൾ റൗണ്ട് അളവിൻ്റെ പകുതി അളന്ന് നോക്കിയപ്പോൾ നേരത്തെ 8 കിട്ടിയല്ലോ, അപ്പോൾ നിങ്ങൾക്ക് 8.5 കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്തൂലേന്ന് വല്ല ഡൗട്ടും ഉള്ളവരാണെങ്കിൽ 9 കൊടുത്തോ. 9 കൊടുത്തോ കൂടുതൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ 9 കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആം ഹോൾ റൗണ്ട് അളന്നിട്ട് കിട്ടുന്നത് ആ പകുതി അളവ് എടുക്കുക, ഒരു 1/2 ഇഞ്ച് ചേർക്കുക. അതാണ് കറക്റ്റ് അളവ്. ഇനി എത്താത്തവരുണ്ടെങ്കിൽ ഒരു ലേശം കൂടി എടുത്തോ. നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്താണ്ട് നിൽക്കൂല. എന്നിട്ട് ഈടത്തേക്ക് ഈ വീതി വരച്ച ഇടുന്ന് താഴോട്ട് 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത്. മനസ്സിലായല്ലോ? വീതി വരച്ചു, ആടെ വെച്ചിട്ട് താഴോട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെയാണ് മാർക്ക് ചെയ്ത്. ഇവിടെ 8 വരുന്നതുകൊണ്ട് തിരിയുന്നില്ല. എന്നിട്ട് ആ പോയിൻ്റിൽ നിന്ന് ഈ ഒരു മിഡ് പോയിൻറ്റിൻ്റെ അടുത്തേക്ക് ഈ നടുക്കത്തേക്ക് ഒരു ലൈൻ കൊടുത്ത് ഇനി നമുക്ക് ആ ഒരു ഷേപ്പ് കൊടുക്കണ്ടേ സ്ലീവിൻ്റെ. ഈ ഒരു ലൈൻ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര വരുന്നുണ്ടെന്ന്. നമുക്ക് 8 വരുന്നത് അല്ലേ, നമ്മൾ ആം ഹോൾ റൗണ്ട് അളവ് 8.4. ആ 8.4 അളവ് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് അധികം വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാട്ടെ, ഇതിപ്പോൾ പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിയുന്നില്ല. ഇവിടെ 8 വരുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് കണ്ടല്ലോ, നമുക്കിനി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം ആഴന്ന് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ നിങ്ങൾ?
എന്നിട്ട് നമ്മൾ 8 വരെ അളന്നതിൻ്റെ മിഡ് പോയിന്റിൽ 4 മാർക്കിംഗ് കൊടുക്കാനുണ്ട്. ഇതാ ഇങ്ങനെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇടുന്നിടത്തേക്ക് ഷേപ്പ് കൊടുക്കാം. ഈ ഒരു നോർമൽ സ്ലീവ് കട്ടിങ് കുറേ തവണ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. നോർമൽ സ്ലീവ് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആ പഫിൻ്റെ സ്ലീവ്, മേലെ മാത്രം പഫ് വരുന്ന സ്ലീവിനെ കട്ട് ചെയ്തെടുക്കാൻ. ഇതേപോലെ മിഡ് പോയിന്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഷേപ്പ് വരച്ചു. ഇനി താഴത്തെ സ്ലീവ് ഓപ്പൺ റൗണ്ട് കറക്റ്റ് അളവെടുക്കുക. നിങ്ങൾക്ക് മോഡൽ ഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് അളവെടുക്കുക, അല്ലെങ്കിൽ ബോഡീൻ്റെ അകത്ത് നിന്ന് ഇതേപോലെ വെച്ചിട്ട് നിങ്ങളെ അളവാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് എടുക്കുക. ഇവിടെ ഇപ്പം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട അളവ് തന്നിട്ടുള്ളത് 10 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 10ൻ്റെ പകുതി 5 പ്ലസ് ലൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ കുറച്ച് മുകളിലോട്ടുള്ള അളവ് കൂടെ എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ സ്ലീവ് നിൽക്കും. അല്ലെങ്കിൽ ലൂസായിട്ട് വരുന്ന പോലെ, അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു അളവ് കൂടെ ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്താൽ പോരെ. 1 ഇഞ്ച് 1.5 ഇഞ്ച് എത്രയാണെന്ന് വെച്ചാൽ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വരക്കുക. ഇത് തേര് ഭാഗം വരുന്നതുകൊണ്ടാണ് താഴെ ഭാഗത്ത് മടക്കി അടിക്കാഞ്ഞത് കേട്ടോ. എന്നിട്ട് ഇതാ സ്ലീവ് ഇതാ ഇടുന്ന ഈ ഷേപ്പ് വഴി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു നോർമൽ സ്ലീവ് വെച്ചിട്ടാണ് നമ്മൾ പഫിനെ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഇങ്ങനെ പാറ്റേൺ ആക്കാണ്ടും നമുക്ക് തുണീൻ്റെ അകത്ത് അങ്ങനെ ആക്കാനൊക്കെ പറ്റും. പക്ഷേങ്കിൽ ഇങ്ങനെ നിങ്ങൾ പഠിക്കുന്നതാണ് നല്ലത്. ഇനി ഇതാ തുണി എടുക്കുന്നുണ്ട്. ഈ ഒരു നോർമൽ സ്ലീവിനേക്കാളും ലേശം കൂടെ തുണി നമുക്ക് അധികമായിട്ട് വേണം കേട്ടോ. മുകളിലെ ഭാഗത്തും അധികം വേണം, വീതിയും ലെങ്ത്തും വിഡ്ത്തും ലേശം അധികം വേണം. ഇത് കണ്ടില്ലേ, ഈ ഒരു തുണി ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇതേപോലെ വെച്ച് 2ആയി മടക്കിയിട്ടാണ് ഉള്ളത് തുണി കേട്ടോ. ഇനി താഴെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ആദ്യം നല്ല തുണിയിൽ താഴെ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് വേണം ഇവിടെ ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി. ഈ വെച്ചതിന് ഞാനിതാ മേലെ ഭാഗം മാത്രം ഒന്നിങ്ങനെ ചെരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ മേലെ ഭാഗം ഒന്നിങ്ങനെ ചെരിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പഫ് കൂടുതൽ മേലെ ഭാഗത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്കിങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ കുറച്ച് പഫേ വേണ്ടൂ, അതുകൊണ്ട് ഞാനിതാ ഈ ഒരു രീതിയിൽ ഒരു 1.5 ഇഞ്ച് വരുന്ന രീതിയിലല്ലേ വിട്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ പഫ്, ഈ ഒരു മേലെ ഭാഗത്ത് പഫ് വരുന്നതിന് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുക. അല്ല തുണി നമുക്ക് കിട്ടി. ഇനി നമുക്കിതിന് ഷേപ്പ് വരച്ചേക്കാം. ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മൊത്തം നമുക്ക് മേലെ ഭാഗം ഇങ്ങനെ വരച്ചെടുക്കാം. താഴെ ഭാഗം ലെവലല്ലാണ്ടുണ്ട്, അത് നമുക്ക് ശരിയാക്കാം കേട്ടോ. ഇതേപോലെ വരച്ചു. ഇനി ഇതാ താഴെ ഭാഗത്തെ അളവ് കൂടെ നമുക്ക് വരച്ചെടുക്കേണ്ടത്. ഇതാ ഈടെന്ന് ഇങ്ങനെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇനി നിങ്ങൾ അവിടെ നേരെ വെച്ചിട്ട് അങ്ങ് കൊടുത്തോ. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ചെയ്തെടുത്ത് തയ്യൽ തുമ്പ് നമുക്ക് ഇനി മാർക്ക് ചെയ്ത് കൊടുക്കണ്ട. തയ്യൽ തുമ്പ് അടക്കമാണ് പേപ്പറിൽ ഇപ്പം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിപ്പം നമുക്ക് ആ ഒരു പ്ലേറ്റ്സ് ഇടേണ്ടത് കിട്ടി. ഇനി പ്ലേറ്റ് ലേശം ഹൈറ്റിൽ വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ കയറ്റി എടുക്കണം. ഇന്നലെ ഒരു കുട്ടി എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരിത് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. നിങ്ങൾ പറഞ്ഞ സ്ലീവിന് ഈടെന്ന് ഇപ്പം ഞാൻ എടുത്തതിനേക്കാളും നിങ്ങൾക്ക് അവിടെ കൂട്ടിയിട്ട് എടുക്കണം. ഒരു 3 ഇഞ്ച് 2.5 ഇഞ്ച് ഹൈറ്റിൽ നിങ്ങൾ പഫ് എടുക്കണം. ഞാനിപ്പം ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക, നിങ്ങൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതാ ഈടെന്ന് ഈ ഒരു നോർമൽ സ്ലീവിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് ഇതേ രീതിയിൽ വരച്ചെടുക്കുക. അപ്പോൾ മേലെ ഭാഗം പൊന്തി നിൽക്കും. മനസ്സിലായല്ലോ? ഇതേപോലെ ചെയ്യേ വേണ്ടു, വേറെ പണിയൊന്നും ഇല്ല. എന്നിട്ട് ഇതാ താഴെ ഭാഗം ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സ്ലീവ് വെച്ചിട്ട് തന്നെ മറ്റേ സ്ലീവും കട്ട് ചെയ്തെടുക്കാം. തുണി ഇപ്പോൾ 2ആയി മടക്കിയിട്ടാണ് ഈ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഫ്രണ്ടിലെ ഭാഗം മാത്രം ലേശം കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. 2 സ്ലീവും കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ മിഡ് പോയിൻറ്റിലൊക്കെ എപ്പോഴും നിങ്ങൾ നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ ചെയ്ത് ഇനി ഇതിനെ നേർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഭാഗവും തമ്മിൽ ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ജോയിൻ ചെയ്യുമ്പം ശ്രദ്ധിച്ചാൽ മതി. നല്ല ഭാഗം എടുത്തു മറ്റേ സ്ലീവിൻ്റെ നല്ല ഭാഗവും തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് ഇങ്ങനെ വെക്കുക. ഇതാ മിഡ് പോയിൻറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തയ്യൽ തുമ്പായിട്ട് നമുക്ക് 1.5 എന്തായാലും വേണം. എന്നിട്ട് ഇതിൻ്റെ നടുക്കുന്ന് കുറേ ഒന്ന് മേലേന്ന് കയറ്റി വരക്കണ്ട. ആ ഒരു നടുക്ക് വരുന്ന രീതിയിൽ ഒരു ലേശം ഇങ്ങനെ 1/2 ഇഞ്ച്, നമ്മൾ ടോപ്പിൽ 1/2 ഇഞ്ചാണ് ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത്, അതുകൊണ്ട് ഇവിടെയും 1/2 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്.
തയ്യൽ തുമ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നൊന്നും തുടങ്ങണ്ട കേട്ടോ. ഞാൻ ചെയ്ത പോലെ അങ്ങ് ചെയ്താൽ മതി. മേലോട്ടെത്തുമ്പോൾ നേരിങ്ങനെ വന്നിട്ട് നല്ല ലെവലിലാടെ ആക്കി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് ഒഴിച്ച് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗം മനസ്സിലാക്കാൻ ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഭാഗവും നല്ല ഭാഗവും നമ്മൾ മുട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാനൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനിയത്തെ കാര്യം. ഇനി ഇതാ ഈ സ്ലീവിൽ ഞാൻ പ്ലേറ്റ്സ് ഇട്ട് എടുക്കുന്നത്. ഓരോ രീതിയുണ്ട് ഓരോ പഫിനും. ഞാൻ ഇട്ട് കൊടുക്കുന്ന രീതി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളത്. ഞാനിപ്പോൾ ഈ ഒരു മിഡ് പോയിൻറ്റിൻ്റെ അടുത്തുനിന്ന് അങ്ങുന്നും ഇങ്ങുന്നും ഇതേപോലെ നടുക്കത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ പ്ലേറ്റ്സ് കൊടുക്കാനാണ് പോകുന്നത്. ചിലർ ഒരു സൈഡിലേക്ക് തന്നെ പ്ലേറ്റ്സ് ഇട്ടിട്ട് പോകും. ചിലർ ഇതേപോലെ ചെയ്ത് കുറച്ച് മിഡ് പോയിൻറ്റിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഞാനിപ്പം ഈ ഒരു രീതിയിലുള്ള കുഞ്ഞ് പ്ലേറ്റ്സാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടായിരിക്കും എനിക്ക് കാണിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ പിന്നൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ പോരെ, സിമ്പിളല്ലേ. ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന രീതിയിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാൻ എത്തുന്നില്ലേ എന്നൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റ് കിട്ടുമല്ലോ. അല്ലാണ്ട് നമുക്കിതിപ്പോൾ എത്ര പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു സ്ലീവിന് കണക്ക് കൂട്ടാനൊന്നും പറ്റില്ല. ഞാൻ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മിഡ് പോയിൻറ്റിന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മിഡ് പോയിൻറ്റിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ പ്ലേറ്റ്സ് ഒറ്റ സൈഡിൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് പോകാൻ. കണ്ടില്ലേ നിങ്ങൾ, ചെറിയൊരു ക്യാപ്പ് ഹൈറ്റ് കൊടുത്തുകൊണ്ട് ചെറിയ രീതിയിൽ പൊന്തി നിൽക്കുന്നുണ്ട്. ഇതിനേക്കാളും വേണമെങ്കിൽ ഇതിനേക്കാളും നിങ്ങൾ ക്യാപ്പ് ഹൈറ്റ് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ 2 സ്ലീവും ചെയ്തെടുത്തിട്ട് നിങ്ങൾ നോക്കിയാട്ടെ, ഇതാണ് കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം. അതാ ചോക്ക് മാർക്ക് ചെയ്തിട്ട് കണ്ടല്ലോ, അതാണേ. ഇനി ടോപ്പിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു മാർക്കിംഗ് വരുന്ന ആ ഒരു ഭാഗം തന്നെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരണ്ടേ, എന്നാലല്ലേ കറക്റ്റായിട്ട് ആവുമല്ലോ. അതും കൂടെ നിങ്ങളിങ്ങനെ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് എങ്ങനെയാണോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ആ രീതിയിലൊന്ന് ജസ്റ്റ് നോക്കുക. അന്നേരം നമുക്ക് മനസ്സിലാകൂലേ. ഇതേപോലെ മോശം ഭാഗം പുറത്താക്കിയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പം ഈ ഒരു മാർക്കിംഗ് വരുന്നത് ഇപ്പുറത്തെ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഇതന്നെയാണ് ഇതിൻ്റെ സ്ലീവ്. മറ്റേ സ്ലീവ് അപ്പുറത്തെ ഭാഗത്തെയാണെന്ന് മനസ്സിലായി. ഇനി ഇത് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കുവേ. ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പ്ലേറ്റ്സെല്ലാം നടുക്ക് വരുന്ന മിഡ് പോയിൻ്റെല്ലാം നോക്കി മാർക്ക് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ചെയ്ത് എത്തുന്നില്ലെങ്കിൽ 2 ഭാഗത്തുനിന്നും ഓരോ പ്ലേറ്റ് കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഇതാ സൈഡ് നമുക്ക് ജോയിൻ ചെയ്യണം. ഇതേപോലെ കറക്റ്റ് തയ്യൽ തുമ്പലെടുത്ത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ വരച്ചു കൊടുക്കുക. 1.5 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ്, അതെല്ലാം കറക്റ്റ് ഒന്നും കൂടെ കട്ടിയിൽ വരച്ചു കൊടുത്തിട്ട് നിങ്ങൾ 2 ഭാഗത്തും ആക്കിക്കോ. 2 ഭാഗത്തും വരക്കാൻ ഇതേപോലെ പൊന്തിച്ച് വെച്ചിട്ട് താഴെ ഭാഗം ഒന്ന് നോക്കി മാർക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിവർത്തി വെച്ചിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് ഒന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് കൂടെ വരുന്ന രീതിയിൽ മടക്കി കഴിഞ്ഞാൽ ചോക്കിൻ്റെ മാർക്ക് വീകും. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. അല്ല നിങ്ങൾ നോക്കി മാർക്ക് ചെയ്യാൻ ഇത് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോവുക. സ്ലീവിൻ്റെ അടുത്ത് തയ്യൽ തുമ്പ് ആ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതേപോലെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. കെട്ടിട്ടിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. 2 ഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പുറത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ റെഡ് കളർ ത്രെഡ് ആയതുകൊണ്ട് കാണൂല. ഇത് വഴി ഇവിടെ കെട്ടിട്ടു. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും ഇവിടെ കെട്ടിട്ട് എന്തായാലും കൊടുക്കണം കേട്ടോ. കറക്റ്റ് ഇത്ര വരെ ചെയ്തിട്ട് ഒന്ന് ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ സ്ലിറ്റ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തോ. നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ലൂസ് ഉണ്ടെങ്കിൽ ലേശം കൂടി ടൈറ്റാക്കി കൊടുത്താൽ മതിയല്ലോ. സ്ലിറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ടൈറ്റ് ആകുമ്പോൾ കുറച്ച് പണിയാണ്. ഇനി ഇതാ ഈ ഒരു സൈഡ് അടിച്ചു കൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എന്നാലേ ഏലുണ്ടാവുമല്ലോ. ഈ ഒരു ഭാഗം മടക്കിയിട്ട് അപ്പുറത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ആദ്യം മടക്കുക, വീണ്ടും 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. 1 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ കറക്റ്റ് അളവിൽ ഇങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇതേപോലെ മടക്കി നഖത്തോണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തോ. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ആ മടക്കിയതിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിൽ കൂടെയാണ് ആദ്യത്തെ സ്റ്റിച്ച് കൊടുക്കുന്നത്. നൂല് കഴിഞ്ഞു പോയി, അടിയിലത്തെ നൂല്. പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നൂലെല്ലാം കഴിയാനായോ എന്നൊക്കെ നോക്കണം കേട്ടോ. പകുതിക്ക് നിന്ന് നിർത്തുമ്പോൾ എന്തോ ഭംഗി ഉണ്ടാവില്ല. പകുതിക്ക് നിന്ന് നിർത്താത്ത രീതിയിലാക്കിക്കോ. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മടക്കിയതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കൂടെ നല്ല ഭംഗിയായിട്ട് ഞാൻ മടക്കി വെക്കുന്നുണ്ട്. സ്റ്റിച്ചിങ്ങനെ വളഞ്ഞും പൊളഞ്ഞൊന്നും പോകല്ല. ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ കൂടെ ഈ ഒരു ചുവപ്പ് തുണീൻ്റെ അകത്ത് കയറാത്ത രീതിയിൽ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. ഇതെവിടെ വരെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ആദ്യത്തെ ആ ഒരു ഓപ്പണിങ് വരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഇത്തിരി ഒരു 4 ഇഞ്ച് മുകളിലോട്ട് വന്നിട്ടാണ് നമ്മൾ അപ്പുറത്തെ തയ്യൽ തുമ്പ് മടക്കി അടിക്കാൻ പോകുന്നത്.
ഈ മേലെ എത്തുമ്പം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. ഇതേപോലെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇവിടുന്ന് ആ ഒരു ഓപ്പണിങ്ങിൻ്റെ കുറച്ച് മേലോളം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് വെക്കുന്നത്. നേരെ എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ ഭാഗത്തെ ആ തയ്യൽ തുമ്പ് കൂടെ ഇങ്ങനെ മടക്കി കൊടുക്കണം. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മടക്കുക, എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ശരിയാക്കി കൊടുക്കട്ടെ. ഫുള്ള് ഞാനൊന്ന് കറക്റ്റ് അല്ലേ എന്ന് നോക്കുന്നതാണ്. അല്ലെങ്കിൽ മേലെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തെറ്റായിട്ട് വന്നാൽ താഴെ എന്തല്ലോ ഇങ്ങനെ ലെവലല്ലാത്ത പോലെ വരും. ഇതേപോലെ താഴേന്ന് മടക്കി നോക്കിയിട്ട് ഇങ്ങനെ ലെവലാക്കിയിട്ട് നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ നിർത്തുക. എന്നിട്ട് നേരെ താഴോട്ടേക്ക് പോവുക. നമ്മൾ താഴേന്ന് മേലേനേക്ക് വന്നിട്ട് ഇതേപോലെ ഇപ്പുറത്തെ ഭാഗത്തുമ്പം താഴോട്ടേക്ക് പോവുക. സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് എത്തിയിട്ടുണ്ട്. കെട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ എൻഡ് ചെയ്യുമല്ലോ. നോക്കിയാട്ടെ, മേലെ ഭാഗമൊക്കെ നോക്കിയാട്ടെ. നിങ്ങൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതുപോലെയാണ് ആദ്യം ഇതിലേ വന്ന് ഈടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പുറത്തേ പോവും. ഇനി നമുക്ക് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൂടെ ഈ ഒരു ഭാഗത്ത് അറ്റത്ത് കൊടുത്തേക്കാം. അത്രയും അറ്റത്ത് പോയിട്ട് കൊടുക്കണം, നല്ല നീറ്റിൽ തന്നെ. ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ആടെ എത്തുമ്പം നിങ്ങൾ മെല്ലെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടെ വരെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് നേരെ ഇപ്പുറത്തേക്ക് വരിക. ഓപ്പണിങ്ങിൻ്റെ അവിടെ ഇങ്ങനെ കുത്തി നിർത്തുക, നേരെ ഇപ്പുറത്തേക്ക് വരിക. അത്രയും ശ്രദ്ധിച്ച് നീറ്റായിട്ട്. ഇതൊന്നും ഭംഗിയില്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടാവുക. വളഞ്ഞ് പൊളഞ്ഞിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ ചെയ്ത് പഠിക്കുക നിങ്ങൾ. ഇതുപോലെ താഴേക്ക് പോകുന്നുണ്ട്. ഇനി താഴെ ഭാഗം മടക്കി അടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചുരിദാർ റെഡി. കണ്ടില്ലേ? ഇതേപോലെ സ്റ്റിച്ച് കൊടുത്തു. ഞാൻ ഇപ്പുറത്തുനിന്ന് കാണിച്ചു തരാം. നോക്കിയാട്ടെ നിങ്ങൾ, ഈ ഭാഗം ചെയ്തെടുത്തത് ഈ ഒരു ഓപ്പണിംഗ് വരെ വന്നിട്ടാണ് താഴോട്ട് പോയത്. ഇങ്ങനെയാണ് ചുരിദാറിൻ്റെ ഓപ്പണിങ് മടക്കി അടിച്ചു കൊടുക്കുന്നത്. ഇനി താഴെ ഭാഗം ഇതേപോലെ മടക്കി അടിച്ചു കൊടുത്തിട്ട് ഞാൻ കാണിക്കാം. മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. താഴെ ഭാഗം മടക്കി അടിക്കുക. 1/2 ഇഞ്ച് എടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി അടിക്കുക. തയ്യൽ തുമ്പിന് വിട്ടതൊക്കെ ഇതേപോലെ നമ്മൾ പഫൊക്കെ കൊടുത്ത് ഫുള്ള് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? താഴെ ഭാഗമൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ നെക്കിന് മിറർ വർക്കെല്ലാം കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എങ്കിൽ അതൊന്നും വേണ്ട, വർക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. സിമ്പിൾ മിറർ വർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നോക്കി എന്ത് ഭംഗിയായിരിക്കും. ഈ ഒരു ടോപ്പ് എത്ര പോരെ ഫിറ്റാണ്, എത്രയും ഷേപ്പിലാണ് ഉള്ളതെന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അവർ ഇട്ടിട്ടുള്ള ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല. ഏകദേശം എൻ്റെ അളവാണ്, ലേശം ടൈറ്റ് ഉണ്ട്. ഞാൻ ഇതൊന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് ഏതായാലും കാണിക്കാം. ഡമ്മീൻ്റെ അകത്ത് ഞാൻ ഇടുന്നില്ല. കണ്ടില്ലേ? ഷേപ്പൊക്കെ നോക്കിയേ, നെക്കും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം സെറ്റ് പാവാടയൊക്കെയാണ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഓണത്തിന് വേണ്ടിയിട്ട്. അജ്രാക്ക് ടോപ്പൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കും എന്തായാലും അതേപോലത്തെ ഒന്ന് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ആദ്യം കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയേ. നമുക്ക് എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ. ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ, സബ്സ്ക്രൈബും ചെയ്തേക്കണേ.